നമ്മളിപ്പോൾ ഈ കേട്ട കാര്യങ്ങളിൽ വളരെയധികം ആഴമായി പതിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ മനസ്സിലായി. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഒന്നിതാണ്: നമ്മുടെ അറിവ് ഒരെള്ളോളമേ ആയിട്ടുള്ളൂ, കടലോളം നമുക്കിനി അറിയാനുണ്ടെന്നുള്ളത്, അത് ദൈവം തന്നെ നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതും, അത് നമ്മൾക്ക് വിളമ്പിത്തരാൻ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണെന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും നമുക്ക് വെളിപ്പെടുത്തി തരാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹം. അത് പരിശുദ്ധാത്മാവിൻ്റെ വശത്തു നിന്നുള്ള ഒരു മുൻകൈ എടുക്കലാണെന്ന് മനസ്സിലാക്കണം. പത്രോസ് അപ്പസ്തോലൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ വേറെ ഡമാസ്കസിൽ പോയിട്ട് അവിടെയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോയ ആളെ പോകും വഴി ദൈവം സ്പർശിച്ചു, പരിശുദ്ധാത്മാവ് സ്പർശിച്ചു, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. സഭയെയും ഇത്രയും പീഡിപ്പിച്ച ആളെ കർത്താവ് വല്ല കുറ്റം പറഞ്ഞോ? നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞോ? മറിച്ച് അവനെ ഒരു അപ്പസ്തോലനായി. ഈ പൗലോസ് അപ്പസ്തോലൻ്റെ ആ വിളിയുടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അപ്പസ്തോലൻ്റെ ആ വിളിയിലൂടെ ഉണ്ടായ വെളിപാടുകൾ ഇല്ലേ? അപ്പോൾ ഈ വെളിപാടുകൾ നമുക്ക് കിട്ടുന്നതിന് പരിശുദ്ധാത്മാവിന് നമ്മളെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ആ രീതിയിലേക്കാണ് നമ്മുടെ ചിന്ത പോകാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യങ്ങളെ നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുത്തുന്നു. അതാണ് ലേഖന ഭാഗങ്ങളിലെല്ലാം പറയുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ പോയതിന് ശേഷം നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരും. ഈ ജ്ഞാനത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ജ്ഞാനം വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രവർത്തനം ഒരു വചനം ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം, ഇന്ന് തന്നെ ഇന്നത്തെ കുർബാനയിലെ വായനയിലും എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായനയിലും ഈ ജ്ഞാനത്തെക്കുറിച്ച് തന്നെയാണ് പരാമർശിച്ചത്. കണ്ടോ? അതിന്ന് വായിച്ചത് എവിടെയായിരുന്നു? ഓക്കെ. വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും, ശ്രദ്ധിച്ചോ, ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് അവകാശമാണോ അല്ലയോ? ഇത് നമ്മൾ വിശ്വാസികളായി ഇത്രയും ജീവിതം കർത്താവിന് വേണ്ടി ജീവിച്ച നമ്മൾക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം വേണോ വേണ്ടയോ? അതാണ് എല്ലാവരും ആ പൂർണ്ണ ജ്ഞാനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യണം. അപ്പോൾ നമ്മളിൽ ഒരു ആത്മീയമായ മെച്യൂരിറ്റി, ആത്മീയമായ ഒരു പക്വത ഉണ്ടാകുന്നത് നമ്മളിൽ ഉരുവായിരിക്കുന്ന ക്രിസ്തു, നമ്മളിൽ ഉരുവായിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ പൂർണ്ണമായ അറിവിലേക്ക് വരുകയും അങ്ങനെ പൂർണ്ണമായ അറിവിലേക്ക് വരുന്നത് വഴി ക്രിസ്തു നമ്മളിൽ വളരുന്ന ഒരവസ്ഥ. എന്ത് മനോഹരമാണിത്! വിഷമിക്കേണ്ട. ഇതെല്ലാം ആര് ചെയ്യും? പരിശുദ്ധാത്മാവ് ചെയ്യും. നമ്മളങ്ങ് സഹകരിച്ചാൽ മതി, നമ്മളതിനു വേണ്ടി ഒന്ന് ദാഹിച്ചാൽ മതി. ഈ ദാഹം എന്ന വാക്ക് സുവിശേഷത്തിൽ ഒരുപാട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരും. ദാഹിക്കുന്നവർക്ക് വെറുതെ കൊടുക്കുന്നില്ല.
ഇവിടെയും ഞാൻ പറയാനെടുത്തത് 1-ാം അധ്യായത്തിൽ തന്നെയാണ്. 1-ാം അധ്യായത്തിൽ, എഫേസ്യോസ് 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനമാണ്. ഈ കൃപയാകട്ടെ, കണ്ടോ, നമ്മൾ കൃപയെക്കുറിച്ച് അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയാകട്ടെ, ഈ കൃപയാകട്ടെ, ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ. അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ. അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. കണ്ടോ, അവിടെ കൃപയും ജ്ഞാനവും, കൃപയും വിവേകവും തമ്മിലൊരു ബന്ധം കണ്ടോ. നമ്മൾ മനസ്സിലാക്കി, കൃപ എന്നത് ദൈവീകത മാനുഷികതയിലേക്ക് വരുന്നതാണ്. ഞാൻ ഈ 4 അല്ലെങ്കിൽ 5 വിരലുകൾ എടുക്കുന്നതിൻ്റെ ഒരു അർത്ഥം കൃപയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ്. കൃപയുടെ ഒരു പ്രവർത്തനം ജ്ഞാനം കൊണ്ട് നിറയ്ക്കുക, കൃപയുടെ ഒരു പ്രവർത്തനം സ്നേഹം കൊണ്ട് നിറയ്ക്കുക, കൃപയുടെ മറ്റൊരു പ്രവർത്തനം വെളിപാട് നൽകുക, കൃപയുടെ വേറെ, ഇങ്ങനെ വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ്. 1000 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാം കൃപ എന്നത്. അതിലേറ്റവും പ്രധാന ഒരു പ്രവർത്തനമാണ് ജ്ഞാനത്തിൽ കൃപ. ഒന്നുകൂടി, ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും, കണ്ടോ, തൻ്റെ ജ്ഞാനത്തിലും തൻ്റെ വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി 1:17 പറയുന്നത് ശ്രദ്ധിച്ചോളൂ. 1:17 വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഒന്നെല്ലാവരും ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞ ആ വചനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. കണ്ടോ, തന്നെക്കുറിച്ചുള്ള. അപ്പോൾ എങ്ങനെയാണത്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട്. ഇത് സംഭവിക്കാനിരിക്കുന്നൊരു കാര്യമല്ല, ഇത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. ഈ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെയാണ്. എന്തിനു വേണ്ടി? നമ്മളിൽ തന്നെയുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ദാഹം വരുന്നുണ്ടോ? ദാഹം വരുന്നുണ്ടോ? ഇതറിയാനൊരു ദാഹം വരുന്നുണ്ടോ? അതാണ് ദാഹിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇടവേളയിൽ നമ്മൾ ചായ കുടിക്കുക മാത്രം